1996 പുറത്തിറങ്ങിയ പ്രൈമൽ ഫിയർ എന്ന് പറയുന്ന സിനിമയിലൂടെ ആരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവോ എഡ്വാർഡ് നോർട്ടന് ആ സിനിമയിലെ പ്രകടനത്തിലൂടെ മികച്ച സഹനടനുള്ള ഗോൾഡൻ ഗ്ലോബ് ലഭിക്കുമെന്ന്, അതല്ലെങ്കിൽ ആ ഒരു പ്രകടനത്തിലൂടെ ഓസ്കാർ നോമിനേഷന് പോകുമെന്ന്? ആ ഒരു ഓസ്കാർ പുരസ്കാരം ലഭിച്ചിട്ടില്ല എങ്കിൽ പോലും എഡ്വാർഡ് നോർട്ടന്റെ ആദ്യത്തെ അരങ്ങേറ്റ സിനിമയായിരുന്നു പ്രൈമൽ ഫിയർ. വാട്ട്സ് ഈറ്റിംഗ് ഗിൽബർട്ട് ഗ്രേപ്സ് എന്ന സിനിമയുടെ തിരക്ക് കാരണം ലിയാനോ ഡി കാപ്രിയോയ്ക്ക് നഷ്ടമായിട്ടുള്ള ഒരു വേഷമാണ് എഡ്വാർഡ് നോർട്ടനെ തേടിയെത്തിയത്. പോരാത്തതിന് ഈ ഒരു റോളിലേക്ക് ഏകദേശം 2000-ന് മേലെയുള്ള ആൾക്കാരെ ഓഡിഷൻ ചെയ്തിട്ടാണ് എഡ്വാർഡ് നോർട്ടന് ഈ ഒരു റോൾ ലഭിക്കുന്നത്. അന്ന് ആ ഒരു ഓഡിഷനിൽ പരാജയപ്പെട്ടിട്ട് പോയിട്ടുള്ള ഒരാളാണ് പെഡ്രോ പാസ്കൽ, ഇന്നത്തെ സൂപ്പർ താരമായിട്ടുള്ള പെഡ്രോ പാസ്കൽ. ഇനി നമുക്ക് സിനിമയിലേക്ക് വരാം. 1996 പുറത്തിറങ്ങിയ ഈ പ്രൈമൽ ഫിയർ ശരിക്കും ഹോളിവുഡ് സിനിമാ പ്രേമികളെ ഞെട്ടിച്ച ഒരു സിനിമയാണ്. ത്രസിപ്പിക്കുന്ന തരത്തിലുള്ള ഈ ഒരു കോർട്ട് റൂം ഡ്രാമകളെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ തീർച്ചയായിട്ടും ഈ സിനിമ നിങ്ങളുടെ ഫേവറേറ്റ് ലിസ്റ്റിൽ കാണേണ്ടതാണ്. ഈ ഒരു സിനിമയുടെ ഉള്ളടക്കത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ചിക്കാഗോ നഗരത്തിലെ ഒരു ഡിഫൻസ് അറ്റോർണിയാണ് മാർട്ടിൻ വെയിൽ എന്ന് പറയുന്ന കഥാപാത്രം. ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് റിച്ചാർഡ് ഗിയർ എന്ന് പറയുന്ന പ്രശസ്തനായിട്ടുള്ള ഹോളിവുഡ് നടനാണ്. ഈ ഒരു കഥാപാത്രത്തിന്റെ പ്രത്യേകത ഒരു അല്പം അഹങ്കാരം കലർന്ന തരത്തിലും അതേപോലെ തന്നെ പ്രശസ്തി ആഗ്രഹിക്കുന്ന ഒരാളുമായിട്ടാണ്. അപ്പം പണത്തിനും പ്രശസ്തിക്കും വേണ്ടി മാത്രമാണ് ഇദ്ദേഹം കേസുകൾ ഏറ്റെടുക്കാറുള്ളത്. അങ്ങനെ ഒരു സുപ്രധാനമായിട്ടുള്ള ഒരു കേസ് ഇദ്ദേഹത്തെ തേടിയെത്തുന്നു. കേസ് വേറൊന്നുമല്ല, നഗരത്തിലെ പ്രിയങ്കരനായിട്ടുള്ള ഒരു ആർച്ച് ബിഷപ്പ് കൊല്ലപ്പെടുന്നു. അങ്ങനെ ആ ഒരു പ്രതിപട്ടികയിൽ വരുന്നത് 19 വയസ്സുകാരനായിട്ടുള്ള ആരോൺ സ്റ്റാംബ്ലർ എന്ന പയ്യനാണ്. അറസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ രക്തത്തിൽ കുളിച്ചു കിടക്കുന്ന ഈ പറയുന്ന ആരോൺ സ്റ്റാംബ്ലർ എന്ന പയ്യൻ ഉറക്കെ വിളിച്ചു പറയുന്നത് ഞാൻ നിരപരാധിയാണ് എന്ന്. അപ്പം ഇദ്ദേഹത്തിന്, അതായത് മാർട്ടിൻ വെയിലിന് ഈ ഒരു കേസ് കിട്ടുമ്പോൾ ഇത് അദ്ദേഹത്തിന് മറ്റൊരു പ്രശസ്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു നായിക്കല്ലായി മാറിയേക്കാവുന്ന കേസായിട്ട് അദ്ദേഹം കരുതുന്നു. അങ്ങനെ തുടർന്ന് വിചാരണ മുന്നോട്ട് പോകുമ്പോൾ പ്രതിഭാഗത്ത് മാർട്ടിൻ വെയിലും അതേപോലെ തന്നെ പ്രോസിക്യൂഷന്റെ ഭാഗത്ത് ഇദ്ദേഹത്തിന്റെ കാമുകിയും എത്തിച്ചേരുന്നു. തുടർന്ന് അങ്ങോട്ടുണ്ടാകുന്ന വിചാരണ വേളകൾ ത്രസിപ്പിക്കുന്ന രംഗങ്ങളൊക്കെ ആയിട്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അപ്പൊ ഈ കേസായിട്ട് മാർട്ടിൻ വെയിൽ മുന്നോട്ട് പോകുമ്പോൾ അദ്ദേഹം മനസ്സിലാക്കുകയാണ് താൻ എത്രത്തോളം ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന്. അതായത് ഈ കേസ് ഭയങ്കരമായിട്ടുള്ള ആഴത്തിലുള്ള ഒന്നാണ്. അതുപോലെ തന്നെ രാഷ്ട്രീയപരമായിട്ടുള്ള ഒരുപാട് കണക്ഷൻസ് ഈ ഒരു കേസിൽ വരുന്നുണ്ട്. അങ്ങനെ തുടർന്ന് അങ്ങോട്ടാണ് ഈ ഒരു സിനിമ നമ്മളെ പിരിമുറുക്കങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത്. ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഈ ആരോൺ സ്റ്റാംബ്ലർ എന്ന് പറയുന്ന എഡ്വാർഡ് നോർട്ടൻ ചെയ്തിട്ടുള്ള അവിശ്വസനീയമായിട്ടുള്ള പ്രകടനത്തിലൂടെ ചെയ്തിട്ടുള്ള ഈ ഒരു കഥാപാത്രം, ആ ഒരു കഥാപാത്രം നിരപരാധിയാണോ അല്ലെങ്കിൽ അപരാധിയാണോ എന്നുള്ളതൊക്കെയാണ് മുന്നോട്ടേക്ക് ചർച്ച ചെയ്യുന്നത്. ഈ സിനിമയുടെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഈ ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ടുള്ള ഓരോ വിവരങ്ങളും പുറത്തു വരുമ്പോൾ അത് പ്രേക്ഷകനെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒന്നാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് ഗ്രെഗറി ഹോബർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സംവിധാനമാണ്. അദ്ദേഹത്തിന്റെ ഫിലിംഗ്രാഫിയിൽ ഇത്തരം നിയമപരമായിട്ടുള്ള സാധ്യതകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം സിനിമയായിട്ട് എടുക്കാറുള്ളത്. എന്തായാലും സിനിമാ പ്രേമികൾ കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് ത്രില്ലർ തന്നെയാണ് ഈ സിനിമ. എന്തായാലും ഈ സിനിമയെ സംബന്ധിച്ചിട്ട് ഒന്നുകൂടി പറയുകയാണെങ്കിൽ ഈ സിനിമയിലെ അവസാനത്തെ ആ ഒരു കോടതി രംഗം മതി ഈ സിനിമയിലെ യഥാർത്ഥ ഭയം എന്താണെന്ന് മനസ്സിലാക്കാൻ. ആ ഒരു രംഗത്തോടടുക്കുമ്പോൾ എല്ലാ പ്രേക്ഷകരും ഞെട്ടിത്തരിച്ചു പോകുന്ന തരത്തിലുള്ള പ്രകടനം കൈകാര്യം ചെയ്തിട്ടുള്ള ആരോൺ സ്റ്റാംബ്ലർ എന്ന് പറയുന്ന ആ ഒരു കഥാപാത്രം ചെയ്ത എഡ്വാർഡ് നോർട്ടൻ തികച്ചും ഗോൾഡൻ ഗ്ലോബിനും അർഹനാണ്. അതേപോലെ തന്നെ ഓസ്കാർ നോമിനേഷന് പോയതിലും തെറ്റില്ല. ഈ സിനിമ കണ്ടിട്ടുള്ളവരാണ് നിങ്ങളെങ്കിൽ ഈ സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് ഒന്ന് കമന്റായി രേഖപ്പെടുത്തും.